രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഓർത്തത് ഇന്ന് അത്തമല്ലേ, പൂ പറിക്കാൻ പോകണം, കുളിക്കണം. അതിനു വേണ്ടി ആദ്യം ഞാൻ തോർത്തും എടുത്തിറങ്ങിയിട്ട് കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഞങ്ങൾ മുറത്തിലാണ് പൂ പറിക്കാറ്. മുറം എടുത്ത് നേരെ ഇറങ്ങി. അന്നേരം മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയും കൂടാന്ന്. ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. മുറ്റത്തുള്ള പൂക്കൾ മാത്രം മതി. ആദ്യം തന്നെ ചെമ്പരത്തി പറിച്ചു. കുറെ കിട്ടിയായിരുന്നു ചെമ്പരത്തി. നമ്മുടെ മുറ്റത്ത് വളരുന്ന നല്ല നല്ല ചെമ്പരത്തികൾ നോക്കി പറിച്ചു. കൈയെല്ലാം നനഞ്ഞായിരുന്നു. മഴയായതുകൊണ്ട് പൂക്കൾ നനഞ്ഞു കുതിർന്നാണ് ഇരുന്നത്. അത്തമല്ലേ, പൂക്കളിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി അവിടെ നിന്ന് ഇത്തിരി പൂ പറിച്ചു തന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചാടി എൻ്റെ തലയുടെ മുകളിലുള്ള പൂക്കളെല്ലാം പറിച്ചു. പിന്നെ താഴെ നിന്നൊരു മുക്കുറ്റിപ്പൂവും പറിച്ചു. പിന്നെ നന്ദ്യാർവട്ടവും ഇത്തിരിയേ കിട്ടിയുള്ളൂ. പിന്നെ ഇലച്ചെടികൾ ഇത്തിരി വെച്ചു. എന്തായാലും ഞുറുക്കിയെടുക്കണ്ടേ. അന്നേരം കിച്ച് സൈക്കിളും എടുത്തുകൊണ്ട് വന്നു. നല്ല രസമാണ് ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കാൻ. നിങ്ങൾ അത്തപ്പൂക്കളം ഇട്ടോ? മഞ്ഞയും പച്ചയും കൂടിയ ഈ ഇലകൾ കാണാൻ നല്ല രസമാണ്. ഞാനത് 2, 3, 4 ഒക്കെ പറിച്ചു മുറത്തി കൊണ്ടുപോയി ഇട്ടു. ഇത്രയും കിട്ടി. ഇനി നമുക്ക് കമ്മൽപ്പൂ പറിക്കാം. അമ്മയുടെ ചെടിയാണ്. അമ്മ വഴക്ക് പറയുമായിരുന്നു. പക്ഷെ അമ്മയുടെ കാല് പിടിച്ചാണ് ഞാൻ ഇത് പറിച്ചോട്ടെ എന്ന് ചോദിച്ചത്. ഇന്ന് അനിഴമല്ലേ, അങ്ങനെ ഇത്തിരി കിട്ടി. കുഞ്ഞായിരുന്നു ബാക്കിയല്ല, അതുകൊണ്ട് അതൊന്നും അത്ര പറിച്ചില്ല. അവിടെ അടുത്ത് കുറേ തേനീച്ചകളും മൂളിക്കൊണ്ട് തേനെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതും കൊണ്ടുപോയി മുറത്തിലിട്ടു. അത് കഴിഞ്ഞ് ഇത്തിരിയും കൂടി കിട്ടി. അത് കഴിഞ്ഞ് എല്ലാ പൂക്കളും പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പൂവ് ഇത്തിരി കിട്ടിയത്. എനിക്കറിയില്ലാത്ത ഏതോ ഒരു പൂവാണിത്. നിങ്ങൾക്ക് പേരറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. ഞാൻ അതും എടുത്ത് മുറത്തിൽ കൊണ്ടുപോയി ഇട്ടു. അന്നേരം മുത്തശ്ശി പറഞ്ഞു മന്ദാരം പറിക്കാമെന്ന്. എന്നാൽ മുത്തശ്ശി പറിച്ചോളാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് നിന്നൊരു ഇലച്ചെടി പറിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശിയും കൂടി മന്ദാരം പറിക്കാമെന്നും പറഞ്ഞ് മുത്തശ്ശി എനിക്ക് ഇത്തിരി മന്ദാരം പറിച്ചു തന്നു. നല്ല വലിപ്പം ഉണ്ടായിരുന്നു മന്ദാരം. നല്ല സുഖമുണ്ടായിരുന്നു. മുത്തശ്ശിയും കൂടെ കൂടിയത് കാരണം ഇത്തിരി എളുപ്പം വന്നു. ഇത്രയും പൂക്കളാണ് കിട്ടിയത്. ഇത്രയും മതി, ഞാൻ എടുത്തോണ്ട് കൊണ്ടുപോയി. ഹലോ ഗൈസ്, എൻ്റെ അത്തപ്പൂക്കളം മുഴുവൻ കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇട്ടതിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ലാസ്റ്റത്തെയാണ് എല്ലാവർക്കും അനിഴ നാൾ ആശംസകൾ നേരുന്നു.